പ്രിയമുള്ളവരെ, ഇന്ന് 2025 ജൂൺ മാസം 26-ാം തീയതി. ഇപ്പോൾ സമയം ഏകദേശം 9 മണിയോടടുക്കുന്നു. ഇപ്പോൾ പാലായിൽ നല്ല ശക്തമായ മഴ പെയ്യുന്നുണ്ട്. മഴയും പൊഴിയും പാലാക്കാരും എന്നുള്ളതാണ് ഈ മഴയുടെ സമയത്ത് ഞാൻ തയ്യാറാക്കുന്ന ഒരു വീഡിയോയാണ്. ഈ വീഡിയോയിലൂടെ പാലായിലെ വെള്ളപ്പൊക്കത്തെപ്പറ്റി, അല്ലെ മീനച്ചിലാറിലെ വെള്ളത്തെപ്പറ്റി, പാലായിലെ മഴയെപ്പറ്റി, ഇവിടുത്തെ ആദിവാസങ്ങളെ സാഹചര്യങ്ങളെപ്പറ്റി എല്ലാവരും അറിയുന്നതിന് വേണ്ടിയും, പ്രത്യേകിച്ച് വിദേശത്തൊക്കെയുള്ളവർ പാലായിൽ ഉണ്ടായിരുന്നവരെ സംബന്ധിച്ച് പാലായിലെ മീനച്ചിലാറിലെ ഇപ്പോഴത്തെ വെള്ളപ്പൊക്കമുണ്ടോ ഇതൊക്കെ ഒന്ന് അറിയണം. അതിനുവേണ്ടിയുള്ള ഒരു വീഡിയോയാണിത്. ഈ വീഡിയോയിലൂടെ ഞാൻ കാണുന്നത്, ഇപ്പോൾ നിൽക്കുന്നത് ഏതാണ്ട് നമുക്ക് ഇവിടെ പാലായിലെ 2 പുഴകളും ചേരുന്ന ഭാഗം, അതായത് ലാലന്തോടും ഈരാറ്റുപേട്ടയിൽ നിന്ന് ഒഴുകി വരുന്ന മീനച്ചിലാറും തമ്മിൽ ചേരുന്ന സംഗമ ഭാഗമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത്. ഇത് നമ്മുടെ പാലായിലെ ലണ്ടൻ ബ്രിഡ്ജാണ് കാണുന്നത്. ലണ്ടൻ ബ്രിഡ്ജിന്റെ താഴെ കാണുന്നതും ഏതാണ്ട് 10 അടിയോളം വെള്ളം കയറിയാൽ മാത്രമേ വെള്ളം ഈ റോഡിന്റെ സൈഡിൽ എത്തുകയുള്ളൂ. ഇത് ഈ ഭാഗം, ഈ വീഡിയോയിൽ ഈ കാണുന്ന ഈ ഭാഗം ഈരാറ്റുപേട്ട ഭാഗത്തുനിന്ന് നമ്മുടെ മീനച്ചിലാറ് ഒഴുകി വരുന്ന ഭാഗമാണ് ഈ വീഡിയോയിലെ ഈ ഭാഗം. അതുപോലെ തന്നെ ഇതിനോട് പുഴക്കര മൈതാനം അല്ലെങ്കിൽ പുഴക്കര മൈതാനവും അവിടുത്തെ ഒലീവ് ഹോട്ടലും ഒക്കെയാണ് ഇവിടെ കാണുന്നത്. അതിന് തൊട്ട് ഞാൻ ഈ പറഞ്ഞ ഈ നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജ്, പാലായിൽ രണ്ടും ചേർന്ന് നമ്മുടെ വലിയ പാലത്തിന്റെ ആ ഭാഗം വരെയുള്ള ദൃശ്യങ്ങളാണ് വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. ഏതാണ്ട് ഒരു 10 അടി താഴ്ചയിൽ നമുക്കിവിടെ നിന്ന് കാണാം. ഇവിടെയുള്ള ദൃശ്യങ്ങളെല്ലാം കാണാം. ഇങ്ങനെ പാലായിലൂടെ ഇതാണ് പാലായിലെ ഇപ്പോഴത്തെ ദൃശ്യങ്ങൾ. ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ വലിയ പാലം അങ്ങ് നമുക്ക് ദൂരെ കാണാം. പാലായിലെ വലിയ പാലത്തിന്റെ അവിടെ വെള്ളം ഒഴുകുന്നു. മുകളിൽ കൂടെ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇന്ന് പാലായിലെ എല്ലാം ഓഫീസുകൾക്കൊന്നും അവധിയൊന്നുമില്ല. സ്കൂളുകളൊക്കെ സുഗമമായിട്ട് പ്രവർത്തിക്കുന്ന ദിവസം തന്നെയാണ്. എന്നാൽ നമുക്കറിയാം പാലായുടെ ഭാഗത്തൊക്കെ എല്ലായിടത്തും ഒരു പനിക്കാലമാണ്. ആശുപത്രിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒത്തിരി പേര് പനിയായിട്ട് മരുന്ന് മേടിക്കാൻ വരുന്നവരൊക്കെ ഉണ്ട്. ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും വെള്ളം ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ പാലായിലുള്ള ബിസിനസ്സുകാരും വീട്ടുകാരും ഒക്കെ താഴ്ന്ന പ്രദേശത്തുള്ളവരൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇന്നലെ പാലായുടെ കിഴക്കൻ ഭാഗങ്ങളിലെല്ലാം ശക്തമായ മഴയായിരുന്നു. ആ മഴ ഇന്നും കൂടി ഇതുപോലെ മഴ പെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ വെള്ളപ്പൊക്കത്തിന്റെ കരുതൽ വേണം. ഇത്തവണ തന്നെ 2 തവണയാണ് ഏതാണ്ട് റോട്ടിൽ വെള്ളം കയറിയതിന് ശേഷം ഇറങ്ങിപ്പോവുകയുണ്ടായത്. വലിയ വെള്ളപ്പൊക്കത്തിന്റെ പ്രശ്നം ഇത്തവണ ഉണ്ടായിട്ടില്ല. ഇതും വലിയ വെള്ളപ്പൊക്കത്തിലേക്ക് പോകുമെന്ന് കരുതില്ല. എന്നാലും 2 ദിവസത്തേക്ക് ശക്തമായ മഴയുണ്ടെന്നാണ് കാലാവസ്ഥക്കാർ പറയുന്നത്. ആ സാഹചര്യത്തിൽ വൈദ്യുതി ബന്ധം, ശക്തമായ മഴ വന്നാൽ വൈദ്യുതി ബന്ധമൊക്കെ വിച്ഛേദിക്കുമെന്നുള്ളതുകൊണ്ട് എല്ലാവരും കുറച്ചുകൂടി മൊബൈൽ ഫോണൊക്കെ ചാർജ് ചെയ്ത് വെക്കുക, ഇൻവേർട്ടറൊക്കെ ചാർജ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ കണ്ടമാനം വെള്ളം കയറി വരുമ്പോൾ ഇഴജന്തുക്കളുടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, കയറി വരാൻ സാധ്യതയുണ്ട്. ആ സാഹചര്യങ്ങളിൽ അതിനുവേണ്ടിയുള്ള സുരക്ഷിതത്വമൊക്കെ നോക്കിയിരിക്കുക. അങ്ങനെ ഈ മഴയും പഴിയും എന്ന പാലാക്കാരും എന്നുള്ള വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഒരു മഴയെ കരുതി, മഴയുടെ ശക്തമായ മഴയെ കരുതി വേണ്ട സുരക്ഷിതത്വങ്ങളൊക്കെ എടുത്ത് ശ്രദ്ധിക്കണം. അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഈ ദിവസങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലതെന്ന് കൂടി ഓർപ്പിക്കുന്നു. താങ്ക് യു. നമുക്ക് എന്തെങ്കിലും കൂടുതൽ വിശേഷങ്ങൾ മഴയുമായിട്ട് ബന്ധപ്പെട്ടതുണ്ടെങ്കിൽ ഞാൻ അപ്പോഴപ്പോൾ ഷെയർ ചെയ്ത് തന്നുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്റെ വീഡിയോ ദയവായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.